ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ തിരൂര് പീപ്പിയങ്ങാടി ഗേൾസ് സ്കൂളുകാരാണ്. അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ പുഴ വീണ ശല്യം, പിന്നെ ഇരിക്കാൻ സൗകര്യമില്ലാത്ത പ്രശ്നങ്ങള് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ പുഴ വീണത്. അപ്പൊ ഞങ്ങള് ആദ്യം കൊണ്ട് ഞങ്ങൾ പ്രിൻസിപ്പലിനെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞത് അത് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കും, അങ്ങനെയാണ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ നേരിട്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇറങ്ങി അങ്ങനെ ഞങ്ങളത് അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചു. അങ്ങനെ ഞങ്ങൾ 1 മണി മുതൽ 4 മണി വരെ സമരത്തിലിരുന്നു. ഞങ്ങൾ 5 മണി 5:30 വരെ സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പഞ്ചായത്തിൽ വെച്ചൊരു മീറ്റിംഗ് പറഞ്ഞു. അങ്ങനെ മീറ്റിങ്ങിന് ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ഞങ്ങൾക്ക് മീറ്റിങ്ങിന് പോയി. അവർ താൽക്കാലികമായിട്ട് ചെയ്തു തരാവുന്ന ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടല്ലത് വേണ്ടത്, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഇപ്പോഴും ഞങ്ങൾ ഇരിക്കുന്നത് 40 കുട്ടികൾ ഇരിക്കേണ്ട ക്ലാസ് 65 കുട്ടികൾ തിങ്ങിയിട്ടായിരിക്കണം. ഈ 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിലാണ് അവർ സീലിംഗ് ചെയ്തു തരാമെന്ന് പറഞ്ഞത്. അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഒരു ഷീറ്റ് വലിച്ചു കെട്ടി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ടിട്ട് സ്റ്റുഡൻസ് തന്നെ കംപ്ലൈന്റ് ആയിട്ട് വന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ എന്തായാലും ഈ പണികൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. പിന്നെ മരം മുറിച്ച് മാറ്റാൻ ഉള്ള ഇത് പെട്ടെന്ന് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ലാബും കാര്യങ്ങളും ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ ഇത്രയും ദൂരം അവിടുന്ന് വന്നിട്ടും ഞങ്ങളെ നിരാശപ്പെടുത്താതെ ഞങ്ങളെ കൂടെ നിന്ന് സാറ് ഞങ്ങൾ കൂടെ നിന്നിട്ട് തന്നെ സാറ് ആവശ്യപ്പെട്ടവർക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഈ അപ്പോയിൻമെൻറ്റ് നേടിത്തന്ന എല്ലാവർക്കും, ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മീഡിയക്കും താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും എത്തിയത്. ഞങ്ങളെല്ലാ കുട്ടികളുടെയും ആഗ്രഹങ്ങളും എല്ലാവരും നടത്തി തരുന്നതാണ് വിചാരിക്കുന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. ഈ അവസ്ഥ മുന്നേറുന്ന കുറേ കുട്ടികളുണ്ടാവും. ഇങ്ങനെങ്കിലും എല്ലാവരും പുറത്ത് വരട്ടെ, എല്ലാവരുടെ കാര്യങ്ങളും പുറത്ത് പറയാനുള്ളൊരിത് ധൈര്യം ഉണ്ടാവട്ടെ.